ആധുനിക ഭാരതം കണ്ട ഹിന്ദു ഋഷിശ്രേഷ്ഠന്മാരിൽ ഒരാളായിരുന്നു ശ്രീനാരായണ ഗുരു. വേദാന്തത്തെ ഇത്ര ലളിതമായി പറഞ്ഞുകൊടുത്ത ഒരു ആചാര്യനും ഹിന്ദുധർമ്മത്തിലില്ല. ആദ്യകാലങ്ങളിൽ വിഷ്ണുഭക്തനായിരുന്നു ശ്രീനാരായണ ഗുരു. പിന്നീട് തൈക്കാട് അയ്യാവിൻ്റെ ശിഷ്യനായി സുബ്രഹ്മണ്യ ആരാധനയും യോഗയും അഭ്യസിച്ചു. ഈ കാലത്തിന് ശേഷമാണ് അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തുന്നത്. അദ്വൈത പഠനവും മരുത്വാമല യാത്രകളും ആരംഭിച്ചതും ഈ കാലത്തിന് ശേഷം. വിഗ്രഹാരാധനയിലും ഭക്തിയിലും ഊന്നിയുള്ള ആരാധനാ രീതിയിൽ നിന്ന് അദ്വൈതത്തിന്റെ പാതയിൽ ഗുരു എത്തിച്ചേർന്നു. ആ പാത അവസാനം വരെ തുടരുകയും ചെയ്തു. ഗുരുദേവൻ തന്റെ നവോത്ഥാന പ്രവർത്തനങ്ങൾ തുടങ്ങുന്നതും ഈ കാലത്താണ്. ജനങ്ങളുടെ ഇടയിൽ മതപരമായ അറിവ് കുറയുന്നുവെന്നതും ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് ജന്തുഹിംസ നടക്കുന്നതും അദ്ദേഹത്തിന്റെ ശ്രദ്ധയിലെത്തി. സാത്വികമായ ആരാധനാ സമ്പ്രദായം പ്രചരിപ്പിക്കുന്നതിനായി അരുവിപ്പുറത്ത് ഒരു സന്യാസി മഠം അദ്ദേഹം സ്ഥാപിച്ചു. അദ്ദേഹത്തിന്റെ താൽപ്പര്യം പോലെ യുവാക്കൾ അവിടെ എത്തി ശിഷ്യപ്പെടാനും തുടങ്ങി. ഡോക്ടർ പൽപ്പുവിനെ കണ്ടുമുട്ടുന്നതും അരുവിപ്പുറം ക്ഷേത്രയോഗവും ഈ കാലത്താണ്. പിന്നീട് ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം സ്ഥാപിക്കുകയും വർക്കലയിൽ കുടിൽ കെട്ടി താമസം ആരംഭിക്കുകയും ചെയ്തു. തന്റെ താമസ സ്ഥലത്തിന് അദ്ദേഹം നൽകിയ പേര് ശിവഗിരി എന്നാണ്. ജനങ്ങൾ സംസ്കൃതം പഠിക്കേണ്ടത് ഒരു അത്യാവശ്യമായി കണ്ട് ശിവഗിരിയിൽ സംസ്കൃത പാഠശാല ആരംഭിച്ചു. ഗുരുദേവൻ ശാരദാ മഠവും സ്ഥാപിച്ചു. പ്രധാനമായും അദ്ദേഹം തന്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചത് ജനനി നവരത്ന മഞ്ജരി, ഗീത, ഉപനിഷത്ത്, യോഗവാസിഷ്ടം, സൂതസംഹിത ഇവയാണ്.